ഇടുക്കി ഏലപ്പാറയിൽ ലയത്തിന്റെ മേൽക്കൂര തകർന്നു വീണ് 3 പേർക്ക് പരിക്ക് പറ്റിയെന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നു. രാത്രിയിൽ പെയ്ത കനത്ത മഴയിലായിരുന്നു ഈ സംഭവം നടന്നത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. വല്ലാത്ത സങ്കടമായി പോയല്ലോ, അവർക്ക് ആകെ ഉണ്ടായിരുന്ന വീടാണല്ലോ തകർന്നു പോയത്. തീർച്ചയായിട്ടും ഈ ലയങ്ങളുടെയൊക്കെ ശോചനീയാവസ്ഥ പലതവണ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അവർക്ക് മാന്യമായ രീതിയിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ലയങ്ങളൊക്കെ നിർമ്മിച്ചു നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പലതവണ നിർദ്ദേശം നൽകിയിട്ടുള്ളതുമാണ്. പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കാൻ ഈ തൊഴിലാളി ലയങ്ങൾ അല്ലെങ്കിൽ ഈ എസ്റ്റേറ്റ് ഉടമകൾ തയ്യാറായിട്ടില്ല എന്നുള്ളതായിരുന്നു വസ്തുത. അതിന്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത്. തൊഴിലാളി ലയത്തിന്റെ, അതായത് വുഡ്ലാൻഡ് എസ്റ്റേറ്റിന്റെ തൊഴിലാളി ലയത്തിന്റെ മേൽക്കൂരയാണ് കഴിഞ്ഞ രാത്രി തകർന്നു വീണത്. കനത്ത മഴയായിരുന്നു പീരുമേട് ഏലപ്പാറ ഭാഗത്ത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മേൽക്കൂര തകർന്ന് വീണത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രിസ്തുമണി എന്ന് പറയുന്ന ആളുടെ ലയമാണ് ആ മേൽക്കൂര തകർന്ന് താഴേക്ക് വീണത്. ഈ വീടിനകത്തുണ്ടായിരുന്ന, ലയത്തിനകത്തുണ്ടായിരുന്ന പ്രവീൺ, അക്ഷയ്, അഭിജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. പക്ഷേ ഈ മേൽക്കൂര, ഇനി ബാക്കിയുള്ള ലയങ്ങളുടെയും മേൽക്കൂര തകർന്നു വീഴാൻ പാകത്തിന് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് തോട്ടം തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. അല്ലായെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ നിലവിൽ അവിടെയുണ്ട് എന്നുള്ളതാണ് അവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. പലതവണ ഈ മേൽക്കൂര ഉൾപ്പെടെ അല്ലെങ്കിൽ ഏതെങ്കിലും സുരക്ഷിതമായിട്ടുള്ളൊരു വാസസ്ഥലത്തേക്ക് മാറ്റണമെന്നുള്ള ആവശ്യം ഈ തോട്ടം തൊഴിലാളികൾ പറഞ്ഞിട്ടുള്ളതാണ്. അതൊന്നും നടപ്പാകാതെ വന്നതാണ് ഈ പ്രശ്നത്തിന് കാരണം. എന്തായാലും ഒരു മേൽക്കൂര ലയത്തിന്റെ തകർന്നു വീണ് 3 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. SK. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ.